ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങളെന്നെ കാത്തു നിൽക്കുന്ന കൃഷിയൊക്കെ ആയിരിക്കും. എന്നാൽ കൃഷിയും അല്ല, വിളവെടുപ്പും അല്ല, പൂക്കളെ കാണിക്കുന്ന ഒന്നും അല്ല എന്നിട്ടോ. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, മോളെ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറേയൊക്കെ പർച്ചേസിങ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാനന്തവാടി കാണാത്തവർ കുറേ പേര് എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അപ്പം ഞങ്ങൾ പോകുന്നതും അവിടുന്ന് വാങ്ങുന്നതും മോളെ വീട്ടിൽ പോകുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നവീൻ പുറപ്പെട്ട് കാട്ടിച്ചിറക്കലെടുത്തി ഞങ്ങളവിടുത്തെ പേര് കേട്ട ഒരു പള്ളിയാണ്. ആ പള്ളി ഞാൻ കാണിച്ചു തരാം. അടിപൊളി പള്ളിയാണ്. എല്ലാവരും ഇങ്ങോട്ടേക്കാണ് വരല്. ഇവിടെ നേർച്ചയൊക്കെ ഉണ്ടാവും. കാട്ടിച്ചിറക്കൽ ജുമാ മസ്ജിദിലെ ഇത് മക്കാമുണ്ട്. പിന്നെ അതുമല്ല, അത് രാത്രി കാണുന്നതിൻ്റെ ഭംഗി പകൽ അത്ര ഭംഗി കിട്ടുന്നില്ല. ലൈറ്റിലങ്ങ് കുളിപ്പിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. അടുത്ത ടൗൺ ഞങ്ങൾ 4-ാം മൈൽ. 4-ാം മൈലിന് 3 കൂടിയ റോഡായത്. അങ്ങോട്ട് വേണമെങ്കിൽ കുറ്റ്യാടി ഭാഗം, നേരെ പോവുകയാണെങ്കിൽ മാനന്തവാടി. ഞങ്ങൾ നേരെ പോകുന്നു മാനന്തവാടിക്ക്. ദ്വാരക ഇവിടെ അടുത്താണ്. ട്രഷറി ഇവിടെ ഉണ്ട്. എൻ്റെ ട്രഷറിയൊക്കെ ഇവിടെയാ. ഇതാണ് കേട്ടോ, ഈ ഗേറ്റ് കാണുന്നതാണ് ഗവൺമെൻറ് കോളേജ് മാനന്തവാടി. സ്ഥാപിത 81 എന്നൊക്കെ കാണുന്നു. ഞാൻ മാനന്തവാടി പോവുകയാണെങ്കിൽ വീഡിയോയിൽ ഈ സ്കൂൾ ഞാൻ വെക്കാണ്ടിരിക്കില്ല. എൻ്റെ 2 മക്കളും പഠിച്ച സ്ഥാപനമായത്. പിന്നെ +2 പിന്നെ 10-ാം ക്ലാസ് വരെ MGMയിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് +1 +2 രണ്ടാളും ഇവിടെ പഠിച്ച്. എൻ്റെ മക്കൾ ഇവിടെ പഠിച്ചത് കൊണ്ട് ഉന്നതിയിൽ നിർത്താനും ആയിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ, അപ്പോൾ ഒരു ഫോൺ എടുത്തു നോക്കുമ്പോൾ എൻ്റെ പേര് ചോദിക്കുക, റുക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുക. ഞാൻ അതേന്ന് പറഞ്ഞപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്നാണ് പോലും. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, എനിക്കെന്തോ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. ഏതായാലും ഞങ്ങൾ യാത്ര അങ്ങനെ പുറത്തിറങ്ങിയ ദിവസവുമാണ്. നല്ലൊരു ടൈമിനാണ് ഫോൺ വന്ന്. എന്താണെന്നുള്ളത് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എത്താനായി. ഞാൻ ഒന്നും അറിയില്ല, ഓരോ ഫോൺ കോള് വരുന്നു. ഇങ്ങനെ ഞാനും ഇങ്ങനെ നിൽക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ. ഇഷ്ടപ്പെട്ടവരെ നോക്കി ഞങ്ങളെ മാനന്തവാടിൻ്റെ ഒരു തിരക്ക്. ഒന്നാമത് വൈകുന്നേരം ആയിട്ടുണ്ട്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. ബ്ലോക്കാണ്. മാനന്തവാടി ടൗൺ ഇങ്ങനെ എത്തണുള്ളൂ, അതിന് മുമ്പേ ഞങ്ങൾ ബ്ലോക്ക് കുടുങ്ങി. നിങ്ങൾ കാണുന്നില്ല, മാനന്തവാടി ടൗണിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയായത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പള്ളിയായത്. കണ്ടില്ലേ? ഇപ്പോൾ കയറിപ്പോകുന്ന സ്ഥലം 2 ഭാഗത്തേക്കും ഇങ്ങനെ കുഞ്ഞി അതിനെന്തെല്ലാം ഉണ്ടാവും. എനിക്ക് പറയാനറിയില്ല അതിൻ്റെ പേരൊന്നും. അങ്ങോളം എന്ത് ഭംഗിയാണെന്നറിയോ. മാനന്തവാടി ടൗണിൽ ഇനി നോക്കണ്ട, പെരുന്നാളാകുന്ന വരെ ഈ തിരക്കുണ്ടാവും പർച്ചേസിങ്ങിൻ്റെ. ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയി നോക്കുമ്പോൾ സ്റ്റെപ്പ് പറഞ്ഞ് കുത്താൻ കഴിയില്ല, അത്രക്കും തിരക്കാണ് എല്ലാ കടയിലും. അപ്പോൾ എല്ലാവരും വാഹനം കൊണ്ടുവന്ന് ഇവിടെ ബ്ലോക്കാവുന്നു, തിരക്കാവുന്നു. അങ്ങനെ മാനന്തവാടിൻ്റെ ഹൃദയ ഭാഗം അത് ടൗണിൽ. അതാ ഗാന്ധി പാർക്ക്, അവിടെ കണ്ടില്ലേ ഗാന്ധിജിൻ്റെ പ്രതിമയൊക്കെ. അവിടെയൊക്കെ തിരക്ക്. ഞങ്ങളെ കൊറിയർ ഓഫീസ് ഇവിടെ അടുത്താ. അതാ ഫാഷൻ വില്ലേജ് ഒരു ഭാഗത്ത് തിരക്ക്. നോക്ക്, തലശ്ശേരി കണ്ണൂർ റോഡായത്. സമയം തെറ്റിയത് കൊണ്ട് കൊറിയർ ഓഫീസുകാർ ഈ കൈരളി കടയിലാണ് വെച്ചതെന്ന് പറഞ്ഞു. അപ്പം ചെറിയ മോൻ അത് വാങ്ങാൻ പോവുക. ഞാൻ വേണമെന്നില്ല എന്ന് പറഞ്ഞു പോയി. നോക്കട്ടെ എന്താണെന്നുള്ള അറിയില്ല. അവിടെ വെച്ചിട്ട് അവർ പോയത്. ഇവിടുന്ന് ഇല്ലേ, ഇതാണ് കൊറിയർ ഓഫീസിലെ അല്ലേ, ആ ചെറുത്. അവിടെ ആളുണ്ടല്ലോ. എന്തോ കാണിക്കുന്നുണ്ട്, ഫോണ് കാണിക്കുന്നുണ്ട് അവർക്ക് തരാന്. ഇതാ സംഭവം. അതെന്തായിരിക്കും, എന്തോ ഒരു ചെറിയൊരു പെട്ടി. എന്താന്ന് എനിക്ക് തിരിഞ്ഞില്ല. എങ്ങനെ ചെറിയ മോന് പോയി വാങ്ങി കൊണ്ടുവന്നിട്ട് നോക്കട്ടെ. നോക്കട്ടെ എന്താവോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സറി കണ്ടാൽ പിന്നെ അവിടെ നിർത്തും വണ്ടി. അപ്പം നോക്ക്, പൂക്കൾ മാത്രമായിരിക്കില്ല. കയറി നോക്കട്ടെ കേട്ടോ. അടിപൊളി. അതൊക്കെ നോക്ക്,
എന്നാ പലതരം ഇതൊക്കെ ഡാലിയ ചെടി കാണിച്ചു വെക്കുക. ഇത് എന്താണത്? നാരങ്ങയാണ് സേടിക്ക. എന്താ ചെറിയത്? ഇതെല്ലാം ബോഗൺവില്ലയാ, പല കളറിലുള്ള. ഇതാ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും പറയും നിങ്ങളെ മുമ്പിലൊരു വെള്ള കളറ് വെക്കിയെന്നുള്ള. അപ്പോൾ ഞാനൊരു വെള്ള കളർ ബോഗൺവില്ല വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വെള്ള കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തരിക. ഇവിടെ ബോഗൺവില്ലൻ്റെ വേറൊരു കളറ് നോക്ക്, എന്ത് നല്ലൊരു കളറാണോ. അതാ ഇതിവിടെ ഇവിടെ കണ്ടു നോക്കുമ്പോൾ എൻ്റെ വീട്ടിലത്തെ ബോഗൺവില്ല ഒന്നും ഒരു രസമുള്ള കളറല്ലാന്ന് തോന്നുക. അത്രക്കും ഭംഗി പെടുത്തത്. എന്താ പലതും ഉണ്ട്, പലതും ഉണ്ട്. അതാ കുരുകുരു വാങ്ങിക്കൊണ്ടു വന്നാൽ അതാ എൻ്റെതാ നിറച്ച് പൂട്ട്. ഇവിടെ ഇതൊക്കെ ഓരോ ഫ്രൂട്ട്സ് ഐറ്റംസ് ആട്ടോ. മാവുണ്ട്, റംബൂട്ടാനുണ്ട്, സപ്പോട്ടുണ്ട്, പ്ലാവ് ഉണ്ട്, മറ്റേ സൂപ്പർ എർലി അതൊക്കെ ആയിരിക്കും. ഇത് പൂക്കൾ ബോഗൺവില്ലൻ്റെ പല കളറും ഉണ്ട് ഇവിടെ. ഒന്നും അറിയില്ല, ഞങ്ങൾ വണ്ടി നിർത്തിയൊന്ന് കയറി കണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ വിലയൊന്നും അറിയില്ല, ചോദിച്ചിട്ടൊന്നുമില്ല. അത് ഹൈഡ്രാഞ്ചിയ, അത് എനിക്കറിയാം പോരെ പിടിപ്പിച്ചിരുന്നു. പേരക്ക കുഞ്ഞി പേരക്ക വലും കൂടെ കായുണ്ടായിട്ടുണ്ട്. ഇത് പോരത്തതാ. ഇതിനൊക്കെ എന്ത് വില വരൂ? ഇതൊക്കെ 650. 650 ഇത് മൊത്തം. വെള്ളക്ക് അങ്ങനെ പ്രത്യേക പൈസയൊന്നുമില്ല, എല്ലാം ഒരേ പൈസയാണ്. ഇതൊക്കെ ഇതൊരു പ്രത്യേക തരം കളറില്ലേ? റോസും അല്ല. ഇതിനായി ചെറുതിനൊക്കെയോ? ഇതിനൊക്കെ 350. ഈ ചെറുതിനൊക്കെ 350. ഇപ്പം ബോഗൺവില്ല നമ്മൾ ഒന്നൊരു മദർ പ്ലാന്റ് നമ്മൾ പിടിപ്പിക്കുന്നതിന് ഒക്കൂല അല്ലേ? ബോഗൺവില്ലക്ക് ഭയങ്കര വില ഇല്ലേ? ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടുന്ന ഒന്നാ ബോഗൺവില്ല. ഹാങ് ചെയ്ത് വെച്ച് കണ്ട ബോഗൺവില്ല അവിടെ ഹാങ് ചെയ്ത് വെച്ചിന് ഇവിടെയൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഇപ്പം ഇന്ന് വാങ്ങിയതാ. വെള്ള ഇതിന്റെ പേര് മറന്നു. ഇതെന്തേലും വെള്ള മെലസ്റ്റോമ. ഇതിനൊക്കെ പേരുണ്ടോ? അതിനൊക്കെ പേരൊന്ന് ഒച്ചേ പറഞ്ഞാൽ കേൾക്കട്ടെ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മഞ്ഞക്ക് ജമന്തിയ. ഇത്രയും ഞങ്ങൾ എടുത്തു, കാരണം എനിക്ക് ഇത് വെയിൽ കൊള്ളാൻ പറ്റൂലേ? ഇതൊക്കെ ചെറിയൊരു വെയിൽ ഇതെല്ലാം വെയിൽ കൊള്ളാൻ പറ്റുന്ന. ഈ ജമന്തി മാത്രം ചെറിയ ഷെയ്ഡിൽ വെച്ചാ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ, ഞാൻ ഇത്ര നിറച്ചുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. ിതാ ആളിതാ വരാൻ ഇതൊക്കെ എടുത്ത് തരുന്നത് കേട്ടോ. പേരെന്താ? രജനി. രജനി ഇവിടെ മാനന്തവാടിക്കാരി തന്നെയാണ്. വെറുതെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. എൻ്റെ നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്തി. ഭയങ്കര കൃഷിക്കാരിയായിരിക്കും എന്നല്ലേ ഇതിൽ നിൽക്കുള്ളൂ. ആണില്ലേ? പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഹായ് കൊടുക്കുക എൻ്റെ കുടുംബക്കാർക്ക്. എന്നാ ഞങ്ങൾ പോട്ടെ കേട്ടോ. നഴ്സറി കയറി വെക്കുമ്പോൾ കഥ കഴിഞ്ഞു. ഞങ്ങളെ പോക്കറ്റ് കാലിയായി. നോക്ക്, എത്രയും ചെടികൾ വാങ്ങി വെച്ചു. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ കൂടുതൽ ഉണ്ടാക്കാലോ. പലതരം ഉണ്ട്. പേരൊക്കെ ഇപ്പം മോളെന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ, മെല്ലെ അടക്കണം. നിങ്ങൾ കാണാൻ പോകുന്നത് വയനാട് മാനന്തവാടി തലപ്പുഴയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജാട്ടോ. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗേറ്റ്. കോളേജ് ആ മേലുണ്ട്, ഞങ്ങളവിടെ കയറുന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും വയനാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. അതിൻ്റെ ഗേറ്റാണ് അത്. ഇങ്ങനെ കയറിപ്പോണം. എത്രയോ പേര് മലപ്പുറത്ത് അവിടെ ഇപ്പുറത്ത് എല്ലാ ജില്ലയിൽ നിന്നും മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. സമയം ഇപ്പം നോമ്പ് തുറക്കാനായി. അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാൻ ഏർപ്പാടാക്കിയത് ഒരു ഹോട്ടലിലാണ്, നൈസ് ഹോട്ടൽ. ഉദൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അപ്പം ആ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നൈസ് ഹോട്ടലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിടുന്നതാണ്, കാണിച്ചു തരാം. എത്താനായി ആ നൈസ് ഹോട്ടൽ. ഉദയൊക്കെ അപ്പം ഇവിടെ എത്തും. ഞങ്ങൾ നേരത്തെ കയറിയിരിക്കുക. നൈസ് റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ സമയമായി 6:30 കഴിഞ്ഞു, ബാങ്ക് കൊടുക്കാനായി. ഞങ്ങൾക്ക് ഫ്രൂട്ട്സ്
ജ്യൂസ്, ചായ, ഇനി ബാങ്കെല്ലാം കൊടുത്ത് ഭക്ഷണം ഇത് കഴിച്ചിട്ടേ ഇനി ഞങ്ങൾ മെയിൻ ഫുഡ് കഴിക്കൂ. ഹോട്ടലൊന്ന് നോക്കി അലങ്കരിച്ച് വെച്ചത് ഇപ്പം നല്ല ഡെക്കറേഷനൊക്കെ ആക്കിയതാണ്. നമ്മളെ ഫുഡ് എത്തി. ഇതിൻ്റെ പേരൊക്കെ ഒന്ന് പറയാൻ, ഉദയാളിൻ്റെ പേരൊന്ന് പറഞ്ഞു. ആ ഇതോ ഇതിൻ്റെ പേര് എല്ലാവരും എടുത്തുപോയി. അത് ഇത് മറ്റൊന്ന് പറഞ്ഞില്ലല്ലോ. ഇനി നമുക്ക് മന്തി വരാനുണ്ട്, കഴിക്കട്ടെ നോമ്പ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ നൈസ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക. ഹുദൻ്റെ ഉമ്മ ഹുദനെ പിന്നെ എപ്പോഴും പരിചയം. ഞങ്ങൾ ഐ ലവ് വയനാടിൻ്റെ അടുത്ത് നിന്നതാ. ഞങ്ങൾ വയനാട്ടുകാരല്ലേ, ഐ ലവ് വയനാട്. ഞങ്ങൾ പോട്ടെ, സമയമായി. നൈസ് റെസ്റ്റോറൻറ്റ്, രാത്രി അതിൻ്റെ ഭംഗി നോക്ക്, നല്ല അടിപൊളിയാണ്. നോമ്പെല്ലാം തുറന്ന് ഉദൻ്റെ വീട് ഇവിടെ അടുത്ത്, അതിന് ഉദനെ കൊണ്ടാക്കി. ഉദനെയും ഒളമ്മനെയൊക്കെ ഞങ്ങൾ പുറകെ പോവുക. മാനന്തവാടി രാത്രി കാഴ്ച ടൗണിലുള്ള രാത്രി വൈകുന്നേരം ഭയങ്കര തിരക്ക്. ഇപ്പം തിളക്കം നിന്ന് വാഹനത്തിൻ്റെ കുറച്ച് കുറഞ്ഞു. ഇതാ സ്റ്റാൻഡ്, മാനന്തവാടി സ്റ്റാൻഡ്. എൻ്റെ പ്രിയപ്പെട്ടവർ എത്രയോ ആൾക്കാർ മാനന്തവാടി കണ്ടതാ, എൻ്റെ വീഡിയോയിലൂടെ കണ്ടത്. അൽഹംദുലില്ലാ, നോമ്പും തുറന്ന് സർപ്രൈസും കിട്ടി, എല്ലാം കിട്ടി. ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.